This will be my last video. Brand start ചെയ്യുന്നുണ്ട്. Everything will be on this video. എനിക്ക് എക്സാമിൻ്റെ പഠിക്കാത്തതിൻ്റെ സ്ട്രെസ്സാണ് ഭയങ്കര റിഗ്രറ്റ്. ഈ ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. വെൽക്കം ബാക്ക്. സോ അങ്ങനെ ലാസ്റ്റത്തെ വീഡിയോ ഇട്ടിന് മുന്നേതാണ് അറിയാം. ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തത് എനിക്ക് എക്സാമിൻ്റെ പഠിക്കാത്തതിൻ്റെ സ്ട്രെസ്സാണ്. കാരണം പഠിച്ചിട്ടുള്ള സ്ട്രെസ്സൊന്നുമല്ല, പഠിക്കാത്തതുകൊണ്ടുള്ള സ്ട്രെസ്സാണ്. കാരണം ജനുവരി എന്ന് പറഞ്ഞൊരു മാസം മൊത്തം ഞാൻ ബുക്ക് കൊടുക്കില്ല. ഫെബ്രുവരി തുടങ്ങി എന്നിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് വിൽ ബി മൈ ലാസ്റ്റ് വീഡിയോ ബിഫോർ എക്സാം. കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ. ഞാൻ ഇനി വീഡിയോസ് ഇടുന്നില്ല. മീൻസ് ടിൽ എക്സാം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് ചോദിച്ച എല്ലാ ഡീറ്റെയിൽസും, ലൈക്ക് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ എന്താ ചെയ്യുന്നത്, എവറിത്തിങ് വിൽ ബി ഓൺ ദിസ് വീഡിയോ. ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ, എന്താ ഞാൻ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാത്തത്, അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സസ്പെൻസ്. അപ്പം അതിൻ്റെ കുറേ പരിപാടിയായിട്ട് ബാക്കിലായിരുന്നു. എൻ്റെ മാതാജിയുടെ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടീസ് തിരക്കായിരുന്നു. പുറത്തിന് സ്കൂളിൻ്റെ കുറേ ആനുവൽ ഡേ, റിപ്പബ്ലിക് ഡേ, കുറേ പരിപാടി ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാനിങ്ങനെ ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുക പഠിക്കേണ്ടത്. കാരണം ഞാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, ലൈക്ക് എന്തെങ്കിലും കാണിച്ചല്ല, ലൈക്ക് ഞാൻ പഠിക്കുന്നില്ല, ആ ഒരു പ്രൊക്കാസ്റ്റ് ചെയ്യുന്ന ഭയങ്കര റിഗ്രറ്റ്. ഈ ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. സോ ഐ വോണ്ട് ടു ഷോ യു ഗൈസ് സംതിങ് യൂസ്ഫുൾ ഫോർ യു ഓൾസോ. മീൻസ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. സോ ദിസ് വിൽ ബി ദ വീഡിയോ. ഞാൻ വലിച്ചു നിർത്തുന്നില്ല. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ ഇങ്ങനെ ലൈക്ക് ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ഒരാളൊന്നല്ല. എക്സാമിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുമ്പെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഡെയിലി ഇരുന്ന് പഠിക്കുന്ന മോശമെന്നല്ല. മീൻസ് ഞാൻ ഡെയിലി ഇരുന്ന് പഠിച്ചാൽ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച മറന്നു. ഞാനിപ്പോൾ ഓണം എക്സാമിന് ഒരു ചാപ്റ്റർ പഠിച്ചാൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ആ ചാപ്റ്റർ ഒന്നും എനിക്ക് ആ ചാപ്റ്റർ ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ഞാനതെല്ലാം പിന്നെയും പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ ഒരു ടൈം എത്തുമ്പോഴാണ് ഞാൻ പഠിച്ച് തുടങ്ങാറ്. അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം ക്ലാസ്സിൽ ശ്രദ്ധിക്കും. മീൻസ് ബോറടിപ്പിക്കാത്ത ക്ലാസ്സൊക്കെ ഞാൻ ശ്രദ്ധിക്കും. ബയോളജി, സോഷ്യലൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം സോഷ്യലൊക്കെ എനിക്ക് എൻ്റെതായ രീതിയിൽ പഠിച്ചാൽ എനിക്ക് തലയിൽ കയറും. ബാക്കി മാത്സെല്ലാം ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കും ക്ലാസ്സിൽ. കാരണം എനിക്ക് ഓൺലൈൻ ടീച്ചേഴ്സ് മാത്സ് എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. എൻ്റെ ക്ലാസ്സിൽ മാത്സെല്ലാം എടുക്കുന്ന അടിപൊളി. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ പ്രിഫറൻസിലേക്ക്. ഇപ്പോൾ എക്സാം ആകുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിച്ച ടൈമിൽ ഞാൻ ഡ്രാമാസ് കണ്ടിട്ടില്ല, മൂവീസ് കണ്ടിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. ആ ഒരാഴ്ച മൊത്തം ഞാൻ ഫോണും ടാബും തൊട്ടിട്ടില്ല. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഓഫ് ആക്കും. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ലൈക്ക് ഞാൻ കാര്യമായിട്ട് പറയും, ജസ്റ്റ് ഒരു 2 ആഴ്ച നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ ഒഴിവാക്കാൻ പറ്റും. യു ഗൈസ് വിൽ ഗെറ്റ് ഇറ്റ്. രണ്ടാമത്തത്, നിങ്ങളിപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എവിടുന്നാണ് പഠിച്ച് തുടങ്ങേണ്ടതെന്ന് അറിയില്ല, എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല ആയിരിക്കുമല്ലോ. നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ചാപ്റ്റർ, ലൈക്ക് 0, ഞാൻ ഒന്നും മനസ്സിലാത്ത ചാപ്റ്ററില്ലേ, അത് ആദ്യം എടുത്തിട്ട് ക്ലാസ് കാണും. ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ആ ചാപ്റ്റർ പറഞ്ഞു കൊടുക്കുക. ലൈക്ക് ഒരു ടോപ്പിക് എടുത്തിട്ട് എന്താ ടോപ്പിക്ക് പറയുന്നത്, ലൈക്ക് എന്തായാലും സംഭവം അതെല്ലാം നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ചാപ്റ്റർ എന്നോട് മനസ്സിലാവും. മൂന്നാമത്തെന്ന് പറയുമ്പം നമ്മൾ നോട്ട്സ് ഉണ്ടാക്കാം. എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് നോട്ട് ഉണ്ടാക്കുക. കാരണം ഒരിക്കലും പഠിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കരുത്. ലൈക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല, നമ്മൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക വേസ്റ്റ് ഓഫ് ടൈം. കാരണം പഠിച്ചതിന് ശേഷം നോട്ട് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഹെൽപ്ഫുൾ. കാരണം
നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക് നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാം. അത് നമ്മളതായ രീതിയിൽ എഴുതുമ്പോൾ എക്സാമിൻ്റെ മിനി വേർഷനാണ് നമ്മളവിടെ ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്മസ് എക്സാമിനും പഠിച്ചത് പറഞ്ഞാൽ ഇതേപോലെ ചെയ്തിട്ടാണ്. എനിക്കങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡി റൂട്ടീനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് നോർമൽ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ആൻഡ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എൻ്റെ ടീംസിൽ വരുന്ന കമൻറ്റ് സെക്ഷനിൽ വരുന്ന കമൻസാണ് എങ്ങനെ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റഡി ടിപ്സ്, സ്റ്റഡി വ്ളോഗ്. എൻ്റെ ചാനലിൽ മൊത്തം സ്റ്റഡി വ്ളോഗ്സ് കുറേ ഉണ്ട്. നിങ്ങൾക്ക് അത് പോയിട്ട് സ്റ്റഡി വ്ളോഗ്സ് കണ്ടിട്ട് സ്റ്റഡി ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്കാം. വേറൊരു സംഭവം എനിക്ക് പറയാനുള്ള മെയിൻ ടിപ്പ് എന്ന് വെച്ചാൽ അടുത്ത ദിവസത്തേക്കോ അടുത്ത സെക്കൻഡിലേക്കോ നിങ്ങൾ മാറ്റി വെക്കരുത്. ജനുവരി എന്ന് പറഞ്ഞൊരു മാസം മൊത്തം ഞാൻ തീർത്തത് അങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഇപ്പോൾ പഠിക്കണമെങ്കിൽ നിങ്ങളതിപ്പോൾ പഠിക്കുക, വൈകുന്നേരത്തേക്ക് വെക്കണ്ട. നമ്മളെ എക്സാം നമ്മൾ തന്നെ എഴുതുന്നതാണ്, വേറെ ആരും എഴുതി തരില്ല. നമ്മൾ തന്നെ പഠിക്കണം, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്തു തരില്ല. വേഴ്സ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ എക്സാം പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഹയസ്റ്റ് മാർക്ക് കിട്ടുമ്പോൾ ഉള്ളതൊരു സന്തോഷമുണ്ട്. ആ പീക്ക് ഓഫ് ഡോപ്പമിൻ, ദാറ്റ് ഈസ് ദ പ്യുവർ ഹാപ്പിനെസ്. റിഗ്രറ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ